ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡ് ഈ സീസണിൽ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. പറയാൻ കാരണം പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ അവർക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞിട്ടില്ല. കോപ്പ ഡെൽറേ ഫൈനലിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. ലാലിഗയുടെ കാര്യത്തിലും ഉറപ്പില്ല. അതായത് റയലിൻ്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഈ സീസൺ മോശമാണ്. പ്രത്യേകിച്ച് റയലിൻ്റെ ഡിഫൻസ് മോശമാണ്. അത് ശക്തിപ്പെടുത്താൻ ക്ലബ്ബ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും വില്യം സാലിബയെ കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വ്യാപകമായി കൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ജേർണലിസ്റ്റായ ഫാബ്രിസിയോ റൊമാനോ ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. ഫ്രഞ്ച് മാധ്യമമായ ലെ എക്കുപ്പ് ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് റയൽ മാഡ്രിഡ് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് വില്യം സാലിബയെയാണ്. ഈ സമ്മറിൽ തന്നെ താരത്തിന് വേണ്ടി ശ്രമിക്കാൻ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. താരത്തെ ലഭിക്കാൻ വേണ്ടി സർവ്വതും ചെയ്യാൻ പ്രസിഡന്റായ ഫ്ലോറന്റിനോ പെരസ് ഇപ്പോൾ ഒരുക്കമാണ്. ഈ സമ്മറിൽ ലഭിച്ചിട്ടില്ലെങ്കിലും ശ്രമങ്ങൾ അവസാനിപ്പിക്കാൻ റയൽ മാഡ്രിഡ് ഒരുക്കമാവില്ല. അടുത്ത വർഷവും അതിൻ്റെ തൊട്ടടുത്ത വർഷവും ഒക്കെ താരത്തിന് വേണ്ടി റയൽ മാഡ്രിഡ് ശ്രമങ്ങൾ തുടർന്നേക്കും എന്നുള്ളതാണ്. നിലവിൽ സാലിബ ആഴ്സണൽ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ക്ലബിൻ്റെ പ്ലാനുകളും പ്രൊജക്റ്റുകളും അദ്ദേഹത്തിന് വ്യക്തമാവേണ്ടതുണ്ട്. കിരീടങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സാലിബ. അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നൽകിക്കൊണ്ട് താരത്തെ കൺവിൻസ് ചെയ്യാൻ ആഴ്സണലിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ സാലിബ റയലിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഈ താരത്തെ വിട്ടു നൽകാൻ ആഴ്സണലിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ ക്ലബ്ബ് നടത്തിയേക്കും എന്നുള്ളതാണ്. എന്നാൽ സർവ്വസന്നാഹങ്ങളുമായാണ് റയൽ മാഡ്രിഡ് വരിക. വില്യം സാലിബയെ ആ ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.